നമസ്കാരം. ഇന്ന് ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് ഡിസ്കസ് ചെയ്യാനാ ഞാൻ വന്നത്. ഇന്നത്തെ നമ്മുടെ താരം ചുരുക്കി പറഞ്ഞ പത്മശ്രീക്ക് വരെ സ്കോപ്പുള്ള ഒരാളാ. ആരാണെന്നല്ലേ? ദാ ഒന്ന് കണ്ടു നോക്കൂ. അതായത് ഞാൻ നിർത്താണ്ട് പോകുന്നതാണ് ഇപ്പോ പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അല്ല, ഞാൻ ശരിക്കും പറഞ്ഞ എങ്ങനെയുണ്ട്? ഇതാണ് ഞാൻ പറഞ്ഞ താരം. ദേശീയ തലത്തിൽ കങ്കണ റണൌട്ട് മോദിയെ വാനോളം വാഴ്ത്തി പത്മശ്രീ നേടിയതുപോലെ ഇവിടെ സംസ്ഥാന തലത്തിൽ ഒരു സംസ്ഥാന അവാർഡ് നേടാനുള്ള തത്രപ്പാടാണോ ഇത് എന്ന് ട്രോളന്മാർ ചോദിക്കുന്നുണ്ട്. അല്ല, ട്രോളന്മാർക്ക് ചോദിക്കാനുള്ള വോയിസ് ഇല്ല. ട്രോളന്മാർക്ക് എതിരെയാണ് ലൈവിൽ വന്നത്. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കാർ അപകടവുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് നിങ്ങൾ ആദ്യം കണ്ടത്. അപകടത്തെ പറ്റി ട്രോളന്മാർ വിശദമായി പഠിച്ച് കുറച്ചു ദിവസം ഗായത്രി സുരേഷ് എന്ന ഈ താരം എയറിലായിരുന്നു. പുള്ളിക്കാരി ഇപ്പൊ വല്ലാത്ത വിഷമത്തിലാണ്. ട്രോളന്മാരും സോഷ്യൽ മീഡിയയുമാണ് ഗായത്രി സുരേഷിന്റെ പ്രശ്നം. അങ്ങനെ കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഗായത്രി സുരേഷ് ഇന്നലെ ഒരു ഫേസ്ബുക്ക് ലൈവിൽ വന്നു. ലൈവ് ശരിക്കും പിണറായി വിജയനോട് മാത്രം എഴുതേണ്ട ഒരു സ്വകാര്യ കത്തായിരുന്നു. എങ്കിലും നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയും ചെയ്യുന്നതുകൊണ്ട് അത് ലൈവ് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ലൈവ് കണ്ട ട്രോളന്മാരുടെ പോയ ബോധം ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഫേസ്ബുക്ക് ഒക്കെ എടുത്തു നോക്കുമ്പോ എല്ലാത്തിന്റെ അടിയിൽ ഇങ്ങനെ വൃത്തികെട്ട കമന്റ്സ് ആണ്. എല്ലാത്തിന്റെ അടിയിലും വൃത്തികെട്ട കമന്റ്സും ട്രോൾസും. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, സർ, എന്താ ഈ ട്രോൾസ് വഴി പൈസ ഉണ്ടാക്കണതും ഇല്ലീഗൽ അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പൊ അതാണ് കാര്യം. ട്രോളന്മാർ ക്യാഷ് ഉണ്ടാക്കുന്നത് ഇല്ലീഗലിയാണ്, അത് നിരോധിക്കണമെന്ന്. പ്രിയപ്പെട്ട ഗായത്രി മാഡം, ഇവിടെ കേരളത്തിൽ സർവോപരി ഇന്ത്യയിൽ ട്രോള് തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല. കേട്ടിട്ടുണ്ടോ? പാണ്ഡനായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ട് യുഗങ്ങൾക്ക് മുമ്പേ കുഞ്ചൻ നമ്പ്യാർ തുടങ്ങി വെച്ചതാണ് ഇവിടെ വരുന്നത്. ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം മിസ്റ്റർ. അവരത് ഇൻട്രസ്റ്റിംഗ് ആയി പറയുമ്പോൾ അത് അംഗീകരിക്കാനും തിരസ്കരിക്കാനും ആളുകൾ ഉണ്ടാവും. സ്വാഭാവികം എന്ന് കരുതി ട്രോളന്മാരെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കാൻ പാടില്ലായിരുന്നു. സങ്കടായിട്ടോ. അപ്പോ സാറിനോട് പിന്നെ അതുപോലെ കമന്റ്സ് അതും ഇല്ലീഗൽ അല്ലേ? അപ്പൊ ഇതാണ് പ്രശ്നം. ഗായത്രിക്ക് ഇഷ്ടമുള്ളത് ആര് പറഞ്ഞാലും അത് ലീഗൽ, ഇഷ്ടമില്ലാത്തതൊക്കെ ഇല്ലീഗൽ. അതൊരു പ്രത്യേക തരം മാനസികാവസ്ഥയല്ലേ? ഇനിയിപ്പോ സംഘികളുടെ റൂട്ട് പിടിച്ചു പോവാനുള്ള വഴിയാണോ? അല്ല, സംഘികളുടെ പൊതു സ്വഭാവമാണല്ലോ അത്. തനിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പ രാജ്യദ്രോഹ കുറ്റം. തന്നെ വാഴ്ത്തി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ സ്വീകരണം, പൊന്നാട, ഹാരം, നോട്ടുമാല. അരവാ. എനിക്ക് സാറിനോട് പറയാനുള്ളത്, സാറിന് പറ്റുമെങ്കിൽ നമ്മുടെ നാടിനെ ഒരു നല്ല നാടാക്കാൻ, അല്ലെങ്കിൽ ഈ നമ്മൾ എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്ന് പറയില്ലേ, അതല്ല വേണ്ടത്. നമുക്ക് എലീനെ ചുടാം. അപ്പൊ സർ, എനിക്ക് സാറിനോട് പറയാനുള്ള ഒരു റിക്വസ്റ്റ്, സർ ദയവ് ചെയ്ത് ഒന്നാമത് ട്രോൾസ് ബാൻ ചെയ്യാനുള്ള ഒരു നടപടി സർ വിചാരിച്ചാൽ നടക്കും. ട്രോൾസ് ബാൻ ചെയ്യാനുള്ള ഒരു നടപടി സർ എടുക്കണം. പറ്റും, തീർച്ചയായിട്ടും പറ്റും. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പിണറായി വിജയനല്ലേ ഫേസ്ബുക്കിന്റെ പേര് മാറ്റി മെറ്റ എന്നാക്കിയത്? പറ്റും കുട്ടി, പറ്റും. നമുക്ക് എലിയെ പേടിച്ച് ഇല്ലെന്ന് തന്നെ ചുട്ടുകളയാം. എലിയെ ആക്കണ്ടെന്ന് അത് തന്നെ. ഗായത്രി സുരേഷ് കുറച്ച് ദിവസമായിട്ട് നമ്മുടെ സുരേന്ദ്രേട്ടനെയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നാണ് ഒരു സംശയം. അതായത് തനിക്കിഷ്ടമില്ലാത്തത് അപ്പം ബാൻ ചെയ്യണം. അത് ഗോമാതാവായാലും ശരി, ഹലാൽ ബോർഡായാലും ശരി, എന്തായാലും ശരി. ട്രോൾ എനിക്കിഷ്ടമല്ല, അത് നിരോധിക്കണം. ട്രോൾ ഇഷ്ടമല്ലാത്ത സ്ഥിതിക്ക് നിരോധിക്കണം. കമന്റ് എനിക്കിഷ്ടമല്ല, അതും നിരോധിക്കണം. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഞാൻ എന്ത് വേണമെങ്കിലും പോസ്റ്റ് ചെയ്യും. പക്ഷെ ട്രോളാനും കമന്റാനും പാടില്ല. എടുക്കാൻ പറ്റുമെങ്കിൽ ദിസ് ഹംബിൾ റിക്വസ്റ്റ് ആണ്. പിന്നെ ഒന്ന് ട്രോൾസ് ബാൻ ചെയ്യണം. പിന്നെ എല്ലാവിടത്തെയും കമന്റ് സെക്ഷൻ ഓഫ് ചെയ്ത് വെക്കണം. അതായത് യൂട്യൂബിലെ ആയാലും ഫേസ്ബുക്കിലെ ആയാലും. ഇതൊക്കെ നടക്കണ കാര്യമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നടക്കുന്ന് വീണ്ടും നടക്കണ കാര്യമാണോ എന്ന് ചോദിച്ചാൽ എന്തിനാ ഇങ്ങനെ പിണറായി സഖാവിനെ ബുദ്ധിമുട്ടിക്കുന്നത്? നടക്കും. അല്ല, ഇതിനെല്ലാം ഒരു ഒറ്റ വഴിയുണ്ട്. ആ ഫോണിലുള്ള ഫേസ്ബുക്കും യൂട്യൂബും ഇൻസ്റ്റഗ്രാമും ട്വിറ്ററൊക്കെ ഗായത്രി സുരേഷ് ഡിലീറ്റ് ചെയ്താൽ പോരെ? അതെങ്ങനെ ശരിയാവും? അപ്പൊ നമുക്ക് ഇതൊക്കെ ആസ്വദിക്കണ്ടേ? ഇത് സോഷ്യൽ മീഡിയ അല്ലേ? പക്ഷെ എനിക്കിത് പറയണം തോന്നുന്നു അങ്ങനത്തെ. പക്ഷെ ഫേസ്ബുക്കൊക്കെ എനിക്കറിയില്ല, ഇൻസ്റ്റാഗ്രാം, കമന്റ്സ് വേണ്ട. ട്രോൾസ് ബാൻ ചെയ്യുന്ന ഒരു കേരളത്തിൽ ട്രോൾസ് ബാൻ ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നടപടി സർ എടുക്കണം.
അങ്ങനെ പറയരുത്. നമുക്ക് ഫേസ്ബുക്കും ബാൻ ചെയ്യണം. അറിയില്ലേ, സുക്കർബർഗിന്റെ കുഞ്ഞമ്മയുടെ മോന്റെ 16ാമത്തെ ചിറ്റയുടെ മോനാണ് കേരളത്തിലെ ഫേസ്ബുക്കിന്റെ ഓണർ. നമ്മൾ ഇന്ത്യയിലും ലോകത്തും കംപ്ലീറ്റ് ആയിട്ട് ഫേസ്ബുക്ക് ബാൻ ചെയ്തില്ലെങ്കിലും കേരളത്തിൽ നമ്മൾ ബാൻ ചെയ്യും. എവിടെയും ചെയ്തില്ലെങ്കിലും ഗായത്രി സുരേഷിന്റെ ഫോണിലും നമ്മൾ ഫേസ്ബുക്ക് ബാൻ ചെയ്തിരിക്കും. എന്താ പറയാ, ഒരാളുടെ അനുവാദമില്ലാതെ ആളുടെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കണത്. നിങ്ങൾ എന്റെ വീഡിയോ എടുക്കാണോ? ചോദിച്ചിട്ടൊക്കെ എടുക്കണ്ടേ? എന്തെങ്കിലും സാർ ഇതിനെ പറ്റി ഒന്ന് ചെയ്യണം. സോഷ്യൽ മീഡിയ അറ്റാക്കിനെ കുറിച്ച്. അതായത് ഈ ആൾക്കാർക്ക് ഒരു പേടി, അതായത് ഈ 1-2 ലക്ഷമുള്ള ആൾക്കാരുണ്ടല്ലോ, അവര് അങ്ങനെ വളർന്നുകൂടാന്നാണ് ഞാൻ ചിന്തിക്കണത്. അതെ, വളരാൻ അനുവദിക്കരുത്. ഇന്ത്യയിലും കേരളത്തിലും ട്രോളന്മാർ വളരരുത്. അത് ഇന്ത്യക്കും ലോകത്തിനും ഹാനികരമാണ്. കാരണം അവർക്ക് ഈ എന്താ പറയാ, ലോകം തന്നെ, കേരളം തന്നെ നശിപ്പിക്കാനുള്ള ഒരു ശക്തി ഉണ്ട് അവർക്ക്. അതെ സുഹൃത്തുക്കളെ, ട്രോളന്മാർ കേരളത്തിൽ ആറ്റം ബോംബായി പ്രവർത്തിക്കുകയാണ്. അവർക്ക് ഈ ലോകം തന്നെ ഇല്ലാതാക്കാൻ കഴിയും. ഇതൊക്കെ ഞാൻ ആരോടാണാവോ പറയുന്നത്? ഇത് കേൾക്കുന്ന ജനങ്ങളുടെ കപ്പാസിറ്റി. പ്രിയപ്പെട്ട ഗായത്രി സുരേഷ്, ഞങ്ങൾക്ക് ട്രോളന്മാർക്കും പൊതുജനങ്ങൾക്കും അങ്ങയുടെ ഇത്രയും വിവരവും വിദ്യാഭ്യാസവും വിവേകവും ഇല്ലാതെ പോയി. മാപ്പാക്കണം പ്ലീസ്. ഞാനീ പറയുന്നത് ഞാൻ 100% ശരിയാണെന്നല്ല. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എല്ലാ കുറവുകളും ഇതുള്ള ആളാണ്. പക്ഷെ അയ്യോ, ആണ് കുട്ടി 100% ശരിയാണ്. 1% കൂടി കൂടുതലാണെങ്കിലേ ഉള്ളൂ. എനിക്കിത് പറയണം തോന്നി. അപ്പോ ഞാൻ പറയേണ്ടത്, ഈ പറയുന്നത് ആർക്കെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഈ ട്രാഫിക് എന്ന് പറഞ്ഞ സിനിമയിൽ പറഞ്ഞ പോലെ, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ മറ്റുള്ള ദിവസം പോലെ ഈ ദിവസവും കടന്നു പോകും. അതായത് എനിക്ക് ഒരുപാട് ട്രോള് വരും, എന്നെ ഒരുപാട് അടിച്ചമർത്തും, ഇനി അടിച്ചമർത്തും. അതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. കാരണം അതിനുള്ള വൈറ്റമിൻസ് എന്റെ ബോഡിയിൽ ഇപ്പൊ ഉണ്ട്. ഞാൻ തയ്യാറാണ്. പക്ഷെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ, നിങ്ങൾ ആരെങ്കിലും ഒരാൾ എന്നെ സപ്പോർട്ട് ചെയ്താൽ നമുക്കൊരു വലിയ വലിയ ചേഞ്ച് ഈ സൊസൈറ്റിയിൽ കൊണ്ടുവരാം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇതിനെയാണ് പണ്ട് പൃഥ്വിരാജ് പറഞ്ഞത്, ചരിത്രം വഴിമാറും. ചിലർ വരുമ്പോൾ ഒരാളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കോ, നമുക്കിവിടെ ചരിത്രം സൃഷ്ടിക്കാം. കിടക്കണ് കുട്ടി തന്നെ പറയുന്നത് മിണ്ടാതെ നിന്നിട്ട് കാര്യമില്ലാന്ന്. മിണ്ടുന്ന ട്രോളന്മാരുടെയും കമന്റുകാരുടെയും കമന്റും ട്രോളും ബാൻ ചെയ്യണം. കുട്ടി എവിടെയെങ്കിലും ഒരു സ്ഥലത്തൊന്ന് ഉറച്ചു നിൽക്കോ? മിണ്ടണോ മിണ്ടണ്ടേ? ഇങ്ങനെ, അതായത് കുട്ടി ചെയ്യുന്നതിനൊന്നും മിണ്ടരുത്, ബാക്കി എല്ലാത്തിനും മിണ്ടണം. ഇതാണോ? ശരി, അങ്ങനെ പറയാം. നമ്മളിങ്ങനെ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. എന്തിനാ നമ്മൾ മിണ്ടാതിരിക്കണേ? നമ്മളെ വെറുതെ ഇങ്ങനെ അടിച്ചമർത്താന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമ്മൾ ഈ സോഷ്യൽ മീഡിയനെ അത് സമ്മതിക്കരുത്. സോഷ്യൽ മീഡിയയിലുള്ള ഈ 1-2 ലക്ഷം ആൾക്കാരെ നമ്മൾ കേരളമാക്കി മാറ്റരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഇവിടെ ഒരുപാട് നല്ല ആൾക്കാർ ജീവിക്കുന്നുണ്ട്, ഒരുപാട് ബുദ്ധിയും വിവരവും വിവേകവും ഉള്ള ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അതാണ് കേരളം. ഇനി സീരിയസ് ആയ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ സോഷ്യൽ മീഡിയയിലുള്ള 1-2 ലക്ഷം ആൾക്കാർ കേരളം അല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലുള്ള 1-2 ലക്ഷം ആൾക്കാർ പറയുന്ന കമന്റ്സിനെ കുറിച്ച് താങ്കൾ ഇത്രയും വറീഡ് ആവുന്നു? അത് കേട്ടില്ലെന്ന് വെക്കണം മിസ്റ്റർ. മൂവ് ഓൺ. പറ്റുന്നില്ല അല്ലെ? അതാണ് ബാൻ ചെയ്യണം. ചെയ്തേ പറ്റൂ. നമുക്ക് ചെയ്യാട്ടോ. അതെ, ഒരുപാട് ബുദ്ധിയും വിവരവും വിവേകമുള്ള ആൾക്കാർ ജീവിക്കുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ആൾക്കാരാണെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ഇലക്ഷനിൽ ഉണ്ടായ ഒരു സീറ്റും കൂടി നമ്മൾ തേച്ചൊട്ടിച്ച് കൈ കൊടുത്തത്. അതെ, അപ്പോൾ കൂടെ നിൽക്കുന്നവർക്കും കൂടെ ആ ബുദ്ധിയും വിവരവും വേണം. ബുദ്ധിയും വിവരം എന്ന് പറയുമ്പോൾ അറിയാലോ എന്താണെന്ന്. ഇതുപോലെ ലൈവൊക്കെ വന്ന് നന്നായി നല്ല വിവേകവും ബുദ്ധിയും ബോധമുള്ള കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു ബേസിക് അടിത്തറ. സർ പ്ലീസ് ഡു സംതിങ് അബൌട്ട് ദിസ്. ഒന്നില്ലെങ്കിൽ കേരളത്തിൽ ട്രോൾസ് ബാൻ ചെയ്യേ, അല്ലെങ്കിൽ എന്തെങ്കിലും നടപടി, അല്ലെങ്കിൽ ഇങ്ങനെ വൃത്തികേടായിട്ട് കമന്റ് ചെയ്യണവരുടെ എതിരെ കേസ് എടുക്കേ, എന്തെങ്കിലും ഒരാളുടെ അനുവാദം ഇല്ലാതെ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, ഇതൊക്കെ ചെയ്യണ ആൾക്കാരെ ഒരു ക്രിമിനൽ ഒഫൻസ് ആയിട്ട് അത് വരണം എന്നുള്ളതാണ് എനിക്ക് സാറിനോട് പറയാനുള്ളത്. ഇത് മറ്റത് രാജ്യദ്രോഹ കുറ്റം. BJP ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് പറഞ്ഞെങ്കിൽ കയ്യടി, ലോട്ട്സ് ഓഫ് അപ്ലോസ്. അല്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റം. അതുമാതിരി തനിക്കെതിരെ ആരെങ്കിലും മോശമായി കമന്റ് പറഞ്ഞാൽ അവർക്കെതിരെ കേസ്. പിന്നെ പിണറായി വിജയന് വേറൊരു ജോലിയില്ലാണ്ട് അവിടെ ഇരിക്കുകയാണല്ലോ. ഇതെന്താണ് കുട്ടി? ഇനി നമുക്ക് എനിക്കറിയില്ല ഇതെന്താ ഉണ്ടാവാൻ പോണേ. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ടില്ല, അനിയത്തിയോട് പറഞ്ഞിട്ടില്ല, ഒരാളോടും പറഞ്ഞിട്ടില്ല ഞാൻ ഈ ലൈവ് വരാമെന്ന്. കാരണം ആരും എന്നെ സമ്മതിക്കില്ല. എന്നോട് എല്ലാവരും പറയണത് നീ മിണ്ടാതിരിക്കും, നീ 6 മാസം മിണ്ടാതിരിക്കും, നീ ഇനി ഒന്നും പറയരുത് എന്നാണ് എന്നോട്
എല്ലാവരും പറയണം. പക്ഷെ ഇതും കൂടി എനിക്ക് പറയണം എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് ആരോടും പറയാഞ്ഞത് നന്നായി, ഇല്ലെങ്കിൽ അവരൊക്കെ പിടിച്ച് പഞ്ഞി കിട്ടാന്. എന്തായാലും കാര്യം ഉഷാറായി. ഇത് കേട്ട പിണറായി വിജയൻ മുണ്ടും മടക്കി കുത്തി പോയി എന്നാ കേട്ടത്. ട്രോളന്മാരെയും കമന്റ് ഇടുന്നവരെയും ബാൻ ചെയ്യാൻ നമുക്ക് തീരുമാനാക്കാം കേട്ടാ. ഇന്ന് തന്നെ തീരുമാനാക്കാം. താങ്ക് യു സോ മച്ച്.